students, welcome to my college programs. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ആസ് കോളനി എന്നാണ്. അറിയാലോ, നമ്മുടെ ഇന്ത്യ കോളനി വൽക്കരിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതല്ല, അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഇത് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ലാത്ത സ്റ്റേറ്റ്ലെസ് ഗവൺമെന്റ് മിസ് ആണ് പറഞ്ഞില്ലേ. സ്റ്റേറ്റ്ലെസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്ലെസ് ആണ്. സ്റ്റേറ്റ്ലെസ് മീൻസ് ഇവിടെ സ്റ്റേറ്റ് മീൻസ് സംസ്ഥാനമാണ്. പൊതുവെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനമാണ്. സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലെസ് ആണ്, ഗവൺമെന്റ് ഇല്ലാതെ എന്നുള്ളൊരു അർത്ഥം. ഭരണകൂടം ഇല്ലാതെ കുറച്ച് ജനങ്ങൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ അതോറിറ്റി ഇല്ലാതെ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതെ ജനങ്ങൾക്ക് എന്ത് വേണം, എങ്ങനെ ചെയ്യും, അങ്ങനത്തെ ഒരു ഓർഡർലെസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. കാരണം നമ്മൾ ആരായിരുന്നു കോളനി വൽക്കരിച്ചത്? ബ്രിട്ടൻ ആയിരുന്നു. നമ്മൾ ഇന്ത്യ നമ്മുടെ പേരെന്താ? ഇന്ത്യ ആസ് കോളനി എന്നാണ്. അപ്പൊ ആദ്യം ബ്രിട്ടീഷുകാർ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ കോളനി വൽക്കരിച്ചു, കോളനൈസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? എല്ലാം കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തില്ലായിരുന്നു? ഒരു ഭരണകൂടം ഇല്ല. കാരണം ഭരണം ആരെ ഏറ്റെടുത്തു? ബ്രിട്ടീഷ് ഏറ്റെടുത്തു. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്ലെസ് ആയി, മീൻസ് നമ്മൾ അതോറിറ്റിലെസ് ആയി മാറി. കാരണം അതോറിറ്റി ഉള്ള സാഹചര്യം നമുക്ക് തന്നില്ല എന്നാണ് സത്യം അല്ലെ. നമുക്ക് ഇല്ലായിട്ടല്ല, നമുക്ക് തന്നില്ല, നമ്മൾ അവരെ കീഴിലായി. നെക്സ്റ്റ് വരുന്ന അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്ത്യ ആസ് കോളനി. ഇനി ഇന്ത്യ കോളനി ആയാൽ എന്തായിരുന്നു? കോളനി ആയപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടത് അല്ലേ? ഇന്ത്യ കോളനി ആയപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടെന്ന് നോക്കാം. അതിൽ പിന്നെ ഇതിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇന്ത്യ സൊസൈറ്റി ഇസ് എ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ പീരീഡിൽ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു? നമുക്ക് പല സബ്ജക്റ്റിലും, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതും സാമ്പത്തികപരമായും സാമ്പത്തികവും രാഷ്ട്രീയം സാംസ്കാരിക മേഖലകളിൽ നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികത്തിലാണ്, നമ്മുടെ വ്യാപാരം ട്രേഡിലാണ് അവർ കൈവച്ചത്. നമ്മൾ അസംസ്കൃത വസ്തുക്കൾ, നമ്മൾ എന്താ പറയുക, ഈ ഏലം, ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് വില കൂടിയ കുറച്ച് ഐറ്റംസ് ഒക്കെ അവരെന്ത് ചെയ്തു? ഇവിടുന്ന് അവരെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്തു. നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ വെറും എന്തായി മാറി? തൊഴിലാളികളായി മാറി. ഓക്കെ, ഈ അതാണ് ഇതിന്റെ മെയിൻ കാര്യം. പിന്നെ ഇതിൽ നമുക്ക് ഇതാ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ, ഈ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടാതെ എഫക്ട്സ് ഓഫ് കൊളോണിയലിസം ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇഫക്ട്സ് ഓഫ് കൊളോണിയലിസത്തിന്റെ ഇഫക്ട്സ് എന്താണ്? നമ്മളെ കൊളോണിയലിസം വന്നപ്പോൾ നമ്മൾ എന്തായി മാറി? നമ്മൾ അതിന്റെ അനന്തര ഫലമായി അല്ലെ. ഇഫക്ട്സ് എന്ന് പറയുമ്പം ഫലമെങ്കിലും അതിന് അനന്തരമായിട്ടുള്ള ഫലങ്ങളാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെയായി മാറി എന്നുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ്. അപ്പം പിന്നെ അതിലുള്ള നമ്മൾ സ്വീകരിച്ച തത്വങ്ങൾ എന്തെല്ലാമാണ്, ആരൊക്കെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്, എൻകറേജ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഇന്ത്യ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയായിരുന്നു നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവന് ഇൻട്രൊഡക്ഷൻ മീൻസ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് പറയാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കോളനിസം ഇൻ എമർജൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ഫ്രാഗ്മെന്റഡ് പ്രിൻസിപ്പാലിറ്റീസ് ഫോർ എ യൂണിഫൈഡ് നാഷൻ. ഡിസ്കസ് കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. Describe the ideas of India and imagined by the Indologists and colonialists and nationalists. നാഷണലിസ്റ്റ് പറഞ്ഞാൽ ദേശീയവാദികളുടെ പ്രത്യേകത എന്താ? നമ്മുടെ രാജ്യം ഇന്ത്യ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും ഇന്ത്യ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദേശീയവാദികൾ ഇന്ത്യനെ എന്താ പറയുക, മറ്റുള്ളവർക്ക് കാൽ കീഴിലാവുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ഇന്ത്യ കൂടെ നിൽക്കുന്ന കുറച്ചാളാണ് നമ്മൾ ദേശീയവാദികൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് discuss colonialism and effects of Indian society. Explain the role of colonialism in the emergence of Indian society from fragmental principalities of United Nations. Describe the idea of India as imagined by Indologist, colonialist and nationalist. Okay, then introduction. In the previous unit we discussed Indian. അപ്പോൾ നമ്മുടെ previous unit നമ്മൾ Indian civilization എങ്ങനെയായിരുന്നു? Indian civilization as a culture. Indian civilization is one of the oldest and Indian historical journey. Indian civilization is one of the oldest and Indian historical journey. Colonialism is an important turning point which introduced Western modernism in Indian society.
നമുക്കറിയാം വെസ്റ്റേണിൻ്റെ കുറച്ച് കൾച്ചർ, നമുക്ക് സംസ്കാരം നമ്മളിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചെന്നല്ല, നമ്മൾ പേഴ്സണൽ, നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. അത് നമുക്ക് എന്താണ് പോസിറ്റീവാണ് കിട്ടിയത്, അല്ലാതെ നെഗറ്റീവ് അല്ല. കുറേ നെഗറ്റീവ് ഉണ്ട്. എന്താണ്, നമ്മളെല്ലാം കൊണ്ട് അവരെന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്തത് നെഗറ്റീവാണ്. പക്ഷേ അവരുടെ കൾച്ചറായിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അവരിവിടെ വന്നപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതും ഇംഗ്ലീഷിലാണ് അവർ നമ്മളോട് ഓർഡർ ചെയ്യുന്നതും ഇംഗ്ലീഷിലാണ് അവർ ലോ ഉണ്ടാക്കുന്ന നിയമം, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ നിയമമാണ് നമ്മൾ പോസിറ്റീവ് ആക്കിയെടുത്തത്. അവർ പോയതിനു ശേഷം എന്തായി? പിന്നെ നമ്മുടെ ബ്രിട്ടൻ അവരുടെ അവരുടെ ഭാഷയായ ഇംഗ്ലീഷ് എന്ത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. നമ്മളത് ഉപയോഗിച്ചു. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായി. നമ്മുടെ സംസാര ഭാഷ ഇംഗ്ലീഷായി മാറി. നമ്മൾ കുറച്ചുകൂടി കൾച്ചേർഡ് ആയി മാറി അല്ലേ? കുറച്ചും കൂടി മോറായിട്ട് നമ്മൾ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ എന്ത് കിട്ടി? ഒരു ഒരു വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉയർച്ചയും കിട്ടി. അതൊക്കെ നമ്മുടെ പോസിറ്റീവ് ആണെങ്കിലും യൂറോപ്യൻ ട്രാവലേഴ്സ് ഹാഡ് ബീൻ വിസിറ്റിംഗ് ഇന്ത്യ സിൻസ് ലോങ് ആൻഡ് ദെയർ അക്കൗണ്ട്സ് ഡിസ്ക്രൈബ് ഇന്ത്യൻ സൊസൈറ്റി ഗ്രോയിങ് ടേൺസ്. ഇതിൽ കൂടാതെ അവർ നമ്മളെ ഇന്ത്യ ആസ് കോളനി ആയ സമയത്ത് കുറേ ആര് വന്നിട്ടുണ്ട് ഇവിടെ? യൂറോപ്യൻസ്, സഞ്ചാരികൾ, ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇബ്നു ബത്തൂത്തൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തില്ലേ? ഇബ്നു ബത്തൂത്ത വന്നിട്ടുണ്ട്, നമ്മളെ ഹെറോഡോട്ടസോ അങ്ങനെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അവരുടെ പിന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ ഇന്ത്യയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതേപോലെ when Europeans came to India, in economy was one of the wealthiest for the Europeans. Ruling India was a different level of compared to other colonies of Asia and Africa. As corn points in 18th century in India, there was a settled agriculture. There was a large variety of craft production. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ എന്തിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു നമുക്ക് ഉൽപ്പാദിപ്പിച്ചിരുന്നത്? ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ കൃഷി ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ടാക്സേഷൻ ബേസ്ഡ് റെഗുലർ അസസ്മെന്റ് ആൻഡ് മേജർ മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രൊഫഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ക്ലർക്ക് ഉണ്ടായിരുന്നു, ടാക്സ് ഓഫീഷ്യൽസ് ഉണ്ടായിരുന്നു, ബാങ്കേഴ്സ്, ജഡ്ജസ്, ട്രേഡേഴ്സ്. പിന്നെ കോംപ്ലക്സ് സോഷ്യോ റിലീജിയസ് സിസ്റ്റം വാസ് പ്രാക്ടീസ്ഡ് ബേസ്ഡ് സ്കേർട്സ് ഓഫ് ടെക്സ്റ്റ് എമംഗ് ദി ഹിന്ദു ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് വിത്ത് എ റേഞ്ച് ആൻഡ് ഹയറാർക്കി ഓഫ് പ്രീസ്റ്റ് ഓഫ് സ്കോളേഴ്സ് ഓഫ് region. പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരീഡ്. The period of enlightenment, the scientific and commercial revolutions which spanned the period of between 4th and 18th century. The French Revolution of ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു? ദ പീരീഡ് ഓഫ് എൻലൈറ്റ്മെന്റ്, ദ സയന്റിഫിക് ആൻഡ് കൊമേഴ്സ്യൽ റവല്യൂഷൻ വിച്ച് സ്പാൻ ദ പീരീഡ് ബിറ്റ്വീൻ 14th and 18th centuries. ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1981. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും? നമ്മൾ നന്നായിട്ട് റിയാക്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. മറന്നു പോയിരുന്നു, നമുക്കറിയാലോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ലോകത്തെ മൊത്തത്തിൽ തന്നെ മീൻസ് ചേഞ്ച് ആക്കി മാറ്റിയ ഒരു റവല്യൂഷനാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ബൈ ദ ഏജ് ഓൾഡ് ഫെഡറൽ സിസ്റ്റം ഓഫ് മൊണാർക്കി ആൻഡ് ചർച്ച് ഇൻ യൂറോപ്പ്. ഓക്കെ, in French Revolution of 1781 and the Industrial Revolution dealt as a deadly blow to age of old feudal system of monarchy and church in Europe. The mass production of goods which was an outcome of Industrial Revolution. The mass production ഓഫ് ഗുഡ്സ് വിച്ച് വാസ് എൻ ഔട്ട്കം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇംഗ്ലണ്ടിൽ ഉണ്ടായതിൻ്റെ ഒരു ചെറിയൊരു എന്തായി ഇഫക്ട്സ് എവിടെ ഇന്ത്യയിൽ ഉണ്ടായി. കാരണം എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് കൂടി ക്രിയേറ്റഡ് നീഡ് ഓഫ് റോ മെറ്റീരിയൽസ് that drove the European countries in search of market and colonies around the world. Means seafaring European countries and sales in search of riches and territories to colonies. The Dutch, Portuguese and French and English set up trading posts in Indian 17th century. Dutch, Portuguese, French and the English set up trading posts in Indian 17th century. അപ്പോൾ ഡച്ചും പോർച്ചുഗീസും ഫ്രണ്ട്സും ഇംഗ്ലീഷും ഒക്കെ എന്താണ് 17th സെഞ്ച്വറിയിൽ തന്നെ പല കോളിളക്കം സൃഷ്ടിച്ച ചില നമ്മുടെ എവിടെ വന്ന ആൾക്കാരാണ്. നമ്മളെ ട്രേഡിങ്ങിനാന്ന് പറഞ്ഞ് വന്നു, നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോയ ആൾക്കാരാണ്. ദാറ്റ് ഈസ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി വാസ്. പക്ഷെ ഇതിനൊക്കെ ശേഷം വന്നതാണ് ആര്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് ആരെ കമ്പനിയാണ്? ബ്രിട്ടീഷിൻ്റെ. അതാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഐഡിയോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ, കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഷണലിസ്റ്റ് വ്യൂ നമ്മൾ പറഞ്ഞു, ഐഡിയോളജിക്കൽ വ്യൂ പറഞ്ഞു, അഫക്ട്സ് ആൻഡ് കോളനി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ്സേ ആണ്. എസ്സേ ആണ് എഫക്ട്സ് ഓഫ് കൊളോണിയലിസം. ഓക്കെ.
പിന്നെ the mass production of goods, which was outcome to industrial revolution, created a need to raw materials and draw the European countries in search of market and colonies around the world. Many suffering European countries set sails of search of territories and colonies. The Dutch, Portuguese, അങ്ങനെ നമ്മൾ ഡച്ചും പോർച്ചുഗീസും ഫ്രാൻസ് ഒക്കെ വന്നതിന് ശേഷം വന്നതാണ് ഇംഗ്ലീഷ്. അവരാണ് നമ്മളെ കോളനി. ഈ പേര് കണ്ടോ, ഇന്ത്യ ആസ് കോളനി. ഈ ഹെഡിങ് ഇങ്ങനെ വരുന്നത് എന്തിലേക്കാണ് വരുന്നത്? നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത കാലഘട്ടത്തെ പറ്റിയിട്ടാണ് തന്നെ. അല്ലാതെ ഡച്ചോ നമ്മളിതിന് മുമ്പ് ഫ്രാൻസും ഡച്ചും പോർച്ചുഗീസ് ദെൻ അവരൊക്കെ അല്ലേ നമ്മളെ എന്താണ് വാസ്കോഡഗാമയൊക്കെ വന്ന ഓർമ്മയില്ല നമ്മുടെ കാപ്പാട്. അപ്പോൾ അതിനൊക്കെ ശേഷമുള്ള ലാസ്റ്റാണ് നമ്മൾ ഓൾറെഡി കോളനി ആയി മാറിയത്. ഓക്കെ, as the British plundered India was taking away to riches and used as a market of its goods and economy suffered badly to poverty increased. എങ്ങനെയാണ് ബ്രിട്ടീഷുകാരാണ് എന്തായി മാറുന്നത്? ഇന്ത്യയിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ധനത്തിൽ കുളിച്ചു എന്നാലേ നമുക്കൊന്നും ഉണ്ടായില്ല. ദ ഇന്ത്യൻ handicraft industry was ruined as they could not match the machine produced goods in Britain. Agriculture-based economy went through many changes. Cash crops were introduced and revenue law was standardized for the colonial masters. India also saw severe famine where millions of their lives. However, modern medicine and healthcare was also introduced by British. ഇതൊക്കെ നിങ്ങൾ പോയിന്റ് വൈസ് ആക്കി എഴുതണം കേട്ടോ. എക്സാമിന് എഴുതാനുള്ളതാണ്. നമ്മളെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇന്ത്യ ആസ് കോളനി, ടു റൈറ്റ് ആൻ എസ്സേ അബൌട്ട്, ടു റൈറ്റ് എ റൈറ്റ് അപ്പ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ എന്ത് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മൊത്തത്തിൽ ഇൻക്ലൂഡ് എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണ് എന്ത്? ഇന്ത്യ ഓൾസോ സിവിയർ ഫാമിൻ വെർ മില്യൺ ലോസ് ദെയർ ലൈഫ്സ്. നമ്മളെ ഇവിടെ ഒരു ഫാമിന് വന്നു, ഒരു വരൾച്ച പോലെ വന്നു, ഒരു രോഗം പോലെ വന്നു, കുറേ ആൾക്കാർ ലോസ് ദെയർ ലൈഫ്സ്, അവരുടെ ജീവൻ വെടിയേണ്ടി വന്നു. ഹൗവർ മോഡേൺ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ വാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് അല്ലേ? മോഡേൺ മെഡിസിനും ഹെൽത്ത് കെയർ ആ സമയത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ആൻഡ് മോഡേൺ റൂൾ ഓഫ് ലോ ഇൻ ദ ഫോം ഓഫ് ന്യൂ പീനൽ കോഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്. Modern rule of law in the form of new penal code was introduced in the British. New codes of